കോഴിക്കോട് കുന്നമംഗലം പഞ്ചായത്തിലെ 2 UDF മെമ്പർമാരുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കി LDF അംഗങ്ങളെ വിജയികളായി പ്രഖ്യാപിച്ചു. കോഴിക്കോട് മുനിസിഫ് കോടതിയുടേതാണ് വിധി. 2013-15 പഞ്ചായത്ത് ഭരണസമിതി ഓഡിറ്റ് റിപ്പോർട്ടിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് അന്നത്തെ ഭരണസമിതി അംഗങ്ങളിൽ നിന്നും പണം ഈടാക്കാൻ തീരുമാനിച്ചത്. എന്നാൽ UDF വാർഡ് മെമ്പർമാരായ ജിഷയും ഗൌലത്തും പണമടയ്ക്കാൻ തയ്യാറായില്ല. 2020-ൽ ഇരുവരും വീണ്ടും മത്സര രംഗത്തെത്തിയപ്പോൾ ബാധ്യതയുള്ളവർക്ക് മത്സരിക്കാൻ കഴിയില്ല എന്നത് ചൂണ്ടിക്കാട്ടി LDF റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി നൽകി. എന്നാൽ മത്സരിക്കാൻ അനുമതി നൽകുകയായിരുന്നു. ഇതേ തുടർന്നാണ് കോടതിയെ സമീപിച്ചത്. വിശദമായി വാദം കേട്ട കോടതി 10ാം വാർഡ് ചെത്തുകടവിലെ UDF സ്ഥാനാർത്ഥി ജിഷയെ അയോഗ്യയാക്കുകയും LDF സ്ഥാനാർത്ഥി ജിൻഷയെ വിജയായി പ്രഖ്യാപിക്കുകയുമായിരുന്നു. കുന്നമംഗലം 14ാം വാർഡിൽ UDF സ്ഥാനാർത്ഥി ഗൌലത്തിന്റെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കിയ കോടതി LDFന്റെ രജനി പുറ്റാട്ടിനെ വിജയിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതോടെ LDF ഭരിക്കുന്ന കുന്നമംഗലം പഞ്ചായത്തിൽ LDF അംഗങ്ങളുടെ എണ്ണം 13ആയി ഉയർന്നു. UDF 8ആയി കുറയുകയും ചെയ്തു. കോഴിക്കോട് മുനിസിഫ് കോടതിയാണ് വിധി പ്രഖ്യാപിച്ചത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.